അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരമില്ലാത്ത ചെറുപ്പക്കാരാ, സഹോദരാ സഹോദരി, ദുനിയാവിൽ നിന്റെ സമയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നീ മരിക്കുന്ന സമയത്ത് നീ നമസ്കാരക്കാരനല്ല എങ്കിൽ നിന്റെ വലതുഭാഗത്ത് വന്ന് ഉപ്പാന്റെ കോലത്തിൽ നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. ആരാണത്? ഉപ്പാന്റെ കോലത്തിൽ നിന്റെ വലതുഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് പിശാചി ഇബ്ലീസ് നിന്നോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമകനെ, ഇന്നി കുന്തു ലക വാലിദാ വലക മുഹിബ്ബാ വഅലൈക ശഫീഖാ. ഞാൻ നിന്റെ ഉപ്പയായിരുന്നില്ലേ, ഞാൻ നിന്റെ ഉപ്പയായിരുന്നില്ലേ, നിന്റെ കൈക്ക് പിടിച്ച് അങ്ങാടിയിലൂടെ നടന്നില്ലേ, പീടികയിൽ നീ ഇഷ്ടപ്പെട്ടത് നിനക്ക് വാങ്ങി തന്നില്ലേ, നിനക്ക് എല്ലാ സ്നേഹവാത്സല്യങ്ങളും ഈ ഉപ്പ പങ്കുവെച്ചില്ലേ മകനെ, നീ മരിക്കാൻ പോവുകയാണ്, നീ വലത്തോട്ട് നോക്കണേ, നിന്റെ ഉപ്പയാണ് ഞാനടാ, നിന്റെ ഉപ്പയാണ് ഞാനടാ. ബഹുമാനമുള്ളവരെ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനതാ വലത്തേക്ക് നോക്കുമ്പോ ഉപ്പാന്റെ കോലത്തിൽ നിൽക്കുന്ന ഒരു രൂപമാണ്. ഇന്നൽ ഇബ്ലീസ, ഇന്ന ഇബ്ലീസ യതസവ്വറു ഫീ സൂറത്തി അബീഹി വയഖൂമു ഇൻദഹു. ഇബ്ലീസ്, ഇബ്ലീസ്, ഇബ്ലീസുൽ ലഈൻ, ശപിക്കപ്പെട്ട ഇബ്ലീസ് തന്റെ വാപ്പാന്റെ കോലത്തിൽ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്ത് വന്നു നിന്നിട്ട് അവരോട് പറയുകയാണ്, മോനെ, നിന്റെ ഉപ്പയാണടാ ഞാൻ, അതുകൊണ്ട് മോനെ, നിന്റെ ഉപ്പ മരിച്ച മതം നസ്രാണിയുടെ മതമാണടാ മോനെ, വഹുവ ഖൈറുൽ അദിയാൻ, ഏറ്റവും നല്ല മതമാണടാ, അതുകൊണ്ട് മുത്ത് അലാ ദീനിൻ നസാറ, നസ്രാണിയുടെ മതത്തിൽ നീ മരിക്കണേ, മരിക്കണേ, കുരിശ് വരച്ച് മരിക്കണേ, കുരിശ് വരച്ച് മരിക്കണേ. നിന്റെ വാപ്പ അങ്ങനെയാണ് മരിച്ചതെന്ന് മലക്കുറാമന്റെ വലതുഭാഗത്ത് ഇബ്ലീസ് എന്ന് പറയുമ്പോ ഇടതുഭാഗത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, യാ ബുനയ്യ, പൊന്നുമോനെ. ഒരു പെണ്ണിന്റെ വിളിയാണ്, ഒരു ഉമ്മയുടെ വിളിയാണ്, ഒരു ഉമ്മയുടെ കരച്ചിലിന്റെ രൂപത്തിൽ. ഇന്ന ശൈത്താന തതസവ്വറു ഫീ സൂറത്തി ഉമ്മിഹി, അവനെ ഗർഭം ധരിച്ച, അവനെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ കോലത്തിൽ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഇബ്ലീസ് ശൈത്താൻ ഇവനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമകനെ, കാന ബത്തിലക റിയാ വതദീലക സിഖാ വഫഖദീലക മിതാ. മകനെ, നിന്റെ ഉമ്മയാണടാ ഞാൻ, എന്റെ വയറ് നിനക്ക് സംരക്ഷണ കേന്ദ്രമായിരുന്നില്ലേ, എന്റെ മാറിടം നിനക്ക് പാല് ചുരത്തുന്ന താവളമായിരുന്നില്ലേ, എന്റെ മടിയിലല്ലേ നീ ഉറങ്ങിക്കഴിഞ്ഞത്, മോനെ, നിന്റെ ഉമ്മയാണടാ ഞാൻ, നീ പൊട്ടിക്കരയുമ്പോ നിന്നെ സാന്ത്വനപ്പെടുത്തിയ ഉമ്മയാണടാ ഞാൻ. ഉമ്മ മരണപ്പെട്ടത് യഹൂദിയുടെ മതത്തിലാണടാ മോനെ, അതുകൊണ്ട് യാ ബുനയ്യ, പൊന്നുമോനെ, മുത്ത് അലാ ദീനിൽ യഹൂദി, യഹൂദിയുടെ മതത്തിൽ നീ മരിക്കണേ. വഹുവ ഖൈറുൽ അദിയാൻ, അതാണ് ശ്രേഷ്ഠമായ മതം, അതാണ് ശ്രേഷ്ഠമായ മതമെന്ന് ഈ മകനെ, ഈ മനുഷ്യനെ ഇബ്ലീസും ശൈത്താനും ബന്ധിരിക്കുമ്പോ നമസ്കാരമുള്ളവനാണോ? നമസ്കാരം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള നമസ്കാരത്തെ കുറിച്ചല്ല, നമസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ്, നമസ്കാരത്തിലേക്ക് വരണമേ, വിജയത്തിലേക്ക് വരണമേ എന്ന് വിളിക്കുമ്പോ അവന്റെ സകലമാന ജോലികളും മാറ്റിവെച്ചുകൊണ്ട് അവൻ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തോ, അല്ലാഹു അവന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ മലക്കുകളെ നിയോഗിക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ മനഅൽ ജമാഅത, ആരാണോ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുന്നത്, ആരാണോ ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാത്തത്, ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ, മുനിഅ മിൻഹു ഷഹാദ, അവന് മരിക്കാൻ സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല. നമസ്കരിക്കാത്തവനെ കുറിച്ചല്ല ചർച്ച ഇവിടെ, നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാത്തവനെ കുറിച്ചാണ് ചർച്ച. നമസ്കാരമില്ലാത്ത മുസൽമാന് ഇസ്ലാമിൽ പങ്കില്ല, അവൻ അവിശ്വാസിയാണ് മരിക്കുക, അവൻ അവിശ്വാസിയായിട്ടാണ് മരിക്കുക, അവനെ നരകം വേദനിപ്പിക്കും, അവനെ നരകം പീഡിപ്പിക്കും, അവനെ ഖബർ ഞെരുക്കിക്കളയും. അവന്റെ ഇബാദത്തുകൾ അവൻ കോടിക്കണക്കിന് ധർമ്മം ചെയ്തവനാണെങ്കിലും നമസ്കാരമില്ലാതെ മരിച്ചുപോയവരാണോ, അവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. കല്ലാ വൽ ഖമർ വല്ലൈലി ഇദാ അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ ഇന്നഹാ ലയദൽ ഖബർ
നദീറൻ ലിൽബശർ. ആളെ സ്വർഗത്തിന്റെ അവകാശികൾ നരകത്തിന്റെ അവകാശികളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്. സ്വർഗത്തിന്റെ അവകാശികൾ സ്വർഗത്തിരുന്നുകൊണ്ട് കൂട്ടുകാരായ സഹോദരങ്ങൾ നരകത്തിൽ കിടന്ന് തീ തിന്നുന്നത് കാണുമ്പോ അവർ സ്വർഗത്തിൽ നിന്ന് ചോദിക്കുകയാണ് അനിൽ മുജ്രിമീൻ. ദുനിയാവിലെ തെറ്റ് ചെയ്തവരെ നരകത്തിൽ കിടന്ന് ചീഞ്ചരം കുടിക്കുന്നത് കണ്ടിട്ട് നരകത്തിന്റെ തീയിൽ അവര് പൊള്ളിച്ചാടുന്നത് കണ്ട് അവര് നിലവിളിക്കുന്ന നിലവിളിയും അട്ടഹാസവും കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ആരാമത്തിൽ നിന്നുകൊണ്ട് ആ ജനാലയിലൂടെ കണ്ണും നട്ടുകൊണ്ടവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ നരകത്തിൽ കിടക്കാനുള്ള കാരണം എന്തേ? നിങ്ങൾ ഈ തീ തിന്നാനുള്ള കാരണം എന്തേ? ഉടനെ ആ നരകവാസികളായ കൂട്ടുകാരെ പറയുകയാണ് ഞങ്ങൾക്ക് ദുനിയാവിൽ നമസ്കാരമില്ലായിരുന്നു. പള്ളിയുടെ 10 വാര അടുത്താണ് ഞങ്ങൾ താമസിച്ചത്. പള്ളിയുടെ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ വായിലൂടെ ഞങ്ങളുടെ ശ്രവണപടത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലൂടെ ആ പരിശുദ്ധമായ വാക്ക് ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷേ നമസ്കാരം ഞങ്ങൾ ഒഴിവാക്കിയവരാണ്. നമസ്കാരം അലസതയോടെ കണ്ടവരാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരാ എന്ന് ആ നരകവാസികൾ സ്വർഗാവകാശികളോട് പറയുമ്പോ ആ നരകാവകാശികൾ കൂട്ടുകാരോട് ചോദിക്കുകയാണ് നാദാ അസ്ഹാബുൻ നാർ അസ്ഹാബൽ ജന്ന അൻഫീമു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്പവെള്ളം ഞങ്ങൾക്ക് തരയണമേ, അല്പം ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗാവകാശികളോട് നമസ്കാരമില്ലാത്ത നരകാവകാശികൾ ചോദിക്കുകയാണ് ജമാഅത്ത് മുടക്കാതെ ജമാഅത്ത് കൃത്യമായി അനുഷ്ഠിച്ചു പോന്നാൽ അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് പറയും അല്ലാഹുവിന്റെ ദാസനെ നീ ദുഃഖിക്കേണ്ടതില്ല. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ. നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. അല്ലാഹു നിനക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം ഇതാ ഞങ്ങൾ നിന്റെ മുന്നിൽ കാണിക്കുകയാണ്. ആരാണത്? നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചവരാണ്. ആ നമസ്കാരക്കാരന് കലിമ ചൊല്ലി കൊടുക്കുകയാണ് മലക്കുൽ മൗത്ത്. ഖുൽ പറയൂ യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ മലക്കുകൾ അതാ ആകാശലോകത്തു നിന്ന് ഇറങ്ങി വരുമ്പോ ദഫഅൻഹു ശൈത്താൻ. ഇവനെ പിഴപ്പിക്കാൻ നിൽക്കുന്ന ഇവനെ പിഴപ്പിക്കാൻ നിൽക്കുന്ന ഇബ്ലീസും ശൈത്താനും വിരണ്ടോടുകയാണ്.